ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഞാൻ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ രാവിലെ തന്നെ കല്യാണിക്ക് അംഗനവാടിയിലൊക്കെ പോകണം. അതുകൊണ്ട് രാവിലെ ധൃതി പിടിച്ചുള്ള പണിയാട്ടോ. അപ്പോൾ പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവർ എണീക്കുന്നതിനേക്കാളും മുന്നേ എനിക്ക് പണിയൊക്കെ തീരണം. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാലേ മനസ്സിനൊരു തൃപ്തി വരത്തുള്ളൂ. അങ്ങനെ നേരെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. ആരാന്നറിയാമോ? കുഞ്ഞായി. അപ്പോൾ കുഞ്ഞായി ആട്ടാ നേരത്തെ എണീറ്റ് വരുന്നത് എൻ്റെ കൂടെ. അത് കഴിഞ്ഞ് പതുക്കിയേ കല്യാണി എണീറ്റ് വരത്തുള്ളൂ. അപ്പോൾ കല്യാണി മോൾ എണീറ്റ് വരുന്നേക്കാനുമില്ല ഞങ്ങളുടെ ഏകദേശം പണികളൊക്കെ കാര്യങ്ങൾ ഫുഡടിയൊക്കെ തീർത്ത് വെക്കും. എന്നാലേ എനിക്ക് അവളെ പെട്ടെന്ന് ഒരുക്കി അംഗനവാടി വിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾ എണീറ്റ് ബാക്കിയുള്ളതൊന്നും എനിക്ക് ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം അവളെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ സമയമെടുക്കും. കാരണം അംഗനവാടി പോകാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ പുറകെ നടന്ന് ചെയ്യിപ്പിക്കണം. അപ്പോൾ വീഡിയോ ആയിട്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി അവൾ നേരെ അംഗനവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറാൻ പോകുന്നൊരു പോക്കാണ് ഈ കാണുന്നത്. തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അംഗനവാടിയിലെ കാര്യങ്ങൾ ചോദിക്കുന്നതേ എൻ്റെ കൊച്ചിന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞായും നേരത്തെ തന്നെ റെഡിയായിട്ട് വന്ന് വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കൊച്ച് വണ്ടിയിൽ കയറാനായിട്ട് നോക്കുക. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ധൃതി കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു കൈ എത്തണമല്ലോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മ എല്ലാത്തിലും പുറകെ നടക്കും. അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. അപ്പം ഇതെല്ലാം കല്യാണീനെ അംഗൻവാടി കൊണ്ടുപോകുന്ന വഴിയാട്ടോ. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കി. നമ്മൾ നേരിട്ട് കാണുമ്പോൾ എനിക്കിതുവരെ തോന്നാത്തൊരു ഭംഗി എന്ന് പറയുന്നത് ഈ വീഡിയോയിലൂടെ എടുക്കുമ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നും. കണിക്കൊന്നയൊക്കെ നിന്ന് പൂത്ത് നിൽക്കുക കേട്ടോ. ഇതുകൊണ്ടില്ല നല്ല രണ്ട് സൈഡിലും നല്ല വൃക്ഷങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത്രയും പ്രകൃതി രമണീയമാണല്ലോ ഞങ്ങളുടെ നാടെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഞീരുഴുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പള്ളിക്കക്കാവിലമ്മയുടെ അമ്പലമാട്ടോ. ഇപ്പോൾ എന്നും രാവിലെ കുളിച്ച് ചോരുന്ന അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അംഗനവാടി പോകുന്ന ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ നേരെ കല്യാണി അംഗനവാടിയിലേക്ക് കയറുവാണേ. അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു നല്ല പ്രദേശം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും നല്ലൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ കല്യാണിയുടെ ഫ്രണ്ട്സ് എല്ലാം കല്യാണീനെ കൂട്ടാൻ വേണ്ടിയിട്ട് വാതിക്കെ തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അംഗനവാടിയിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവേ.